നമ്പർ പ്ലേറ്റൊക്കെ വെച്ച് കേട്ടോ, നമ്പർ പ്ലേറ്റൊക്കെ വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ബാക്കിയുള്ള പരിപാടികളൊക്കെ. ഓൾമോസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞോട്ടോ. ഏകദേശം ഒരു 20,000 രൂപ മേളിലായിട്ടുള്ളൂ. ഇതിൻ്റെ എല്ലാ സാധനങ്ങളും പുതിയതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാവേ. അപ്പോൾ നമ്മുടെ സൂപ്പർ എയ്സിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെ ചെയ്തെന്നേ. ജസ്റ്റ് ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഇന്നലെ കണ്ടതാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിലും അത്യാവശ്യം ഒരു മഞ്ഞയൊക്കെ അടിച്ച് നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളത്. പിന്നെ നമുക്ക് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട്. പിന്നെ വിൻഷീൽഡും കാര്യങ്ങളും. പിന്നെ അത് നമ്മൾ ഈ ഒരു ക്യാരർ സെറ്റപ്പും വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പുതിയ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ നമ്മുടെ ഇവിടെയും ഒരു മേളിൽ വരുന്നൊരു റെഡ് ലൈറ്റൊക്കെ വെക്കാനുണ്ട്. ജസ്റ്റ് അതൊക്കെ നോക്കാം കേട്ടോ നമുക്ക്. പിന്നെ നമുക്ക് വൈപ്പർ പുതിയത് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ക്യാബിൻ വരുന്നുണ്ട്, അത് നോക്കാം. ഓൾമോസ്റ്റ് എല്ലാം പുതിയതാണ് കേട്ടോ. ടയർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്, മഞ്ഞ സ്റ്റിക്കറും കാര്യങ്ങളും. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു മൾഗാർഡ് പുതിയതാണ് കേട്ടോ. മൾഗാർഡ് പുതിയതാണ്. അതേപോലെ ഫ്ലാപ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പുതിയതാണ്. പിന്നെ ഇപ്പോൾ ആശാൻ നമ്മുടെ ബാക്കിൽ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനവും ഈ വണ്ടിയുടെ പുതിയതാണ് കേട്ടോ. മിക്കതും പുതിയ സാധനമാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ പെട്ടിയിൽ നമുക്ക് കളർ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വൈറ്റ് ഒരു സ്റ്റിക്കർ ഒട്ടിക്കാറുണ്ട്. ഓൾമോസ്റ്റ് ഇത് എത്ര രൂപ ആയിട്ടുണ്ട് ആശാന ഇത് മൊത്തം നമ്മൾ ചെയ്ത് തന്നു? അതൊരു 10-20,000 താഴെ ആയിട്ടുണ്ടാവോ? 20,000 രൂപയ്ക്ക് മേളിലായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു PU ബ്ലാക്ക് പെയിൻ്റാണ് അപ്പോൾ അടിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ക്ലിയർ കൂടി അടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു കാറൊക്കെ അടിക്കുന്ന ഒരു ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരുടെ ഓണറിനൊരു നല്ലൊരു നീറ്റ്നെസ് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് പുള്ളി അങ്ങനെ തന്നെ ചെയ്തത് കേട്ടോ. എല്ലാം പുതിയതാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ അകത്തോട്ടും ജസ്റ്റ് കയറുവാണെങ്കിൽ അകത്തിച്ചിരി പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം ബാക്കിയുള്ളതൊക്കെ വെച്ചിട്ടേ. ഹായ് ഫ്രണ്ട്സ്, അപ്പോഴേ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള മറ്റു വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുള്ള വീഡിയോസാണല്ലോ കണ്ടത്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് നമുക്ക് കാണാം. ഇതിൻ്റെ എങ്ങനെ ഫിറ്റിങ്സും കാര്യങ്ങളും അതിന് മുമ്പുള്ള പെയിൻറ്റിങ്സ് വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് കാണാം നമുക്ക്. ഹായ് ഫ്രണ്ട്സ്, ഇതൊരു എയ്സാണ് കേട്ടോ. എയ്സ് 2 പ്രൈസ് മെഗാ എന്ന് പറയുന്നതാണ്. പക്ഷേ ഇത് ഒരു റെഡ് കളറായിരുന്നു. ഇപ്പോൾ നമ്മൾ PU ബ്ലാക്ക് അടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മാസ്ക് ചെയ്തിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് നാളെ ഞാൻ കാണിക്കാം കേട്ടോ. ബാക്കിയുള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞു. അതായത് നമ്മൾ PU ബ്ലാക്കിലാകുമ്പം നമ്മൾ ക്ലിയർ അടിക്കണം. ക്ലിയർ അടിച്ചു കഴിഞ്ഞാൽ അത്ര ഫിനിഷിംഗ് ആയിട്ടുള്ളത്. ഇതുണ്ടോ, ജസ്റ്റ് നല്ല ഫിനിഷിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ നമ്മൾ മറ്റേ ചേട്ടൻ എഴുത്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഫുള്ള് ഇത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ നാളെ കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ ക്ലിയർ അടിച്ചേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതുപോലെ ഒരു ബ്ലാക്ക് ലോറി ഞാൻ കണ്ടിട്ടില്ല. പെയിൻ്റ് അടിച്ച് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കി പെയിൻ്റ് അടിച്ച് നാളെ ഇതിൻ്റെ ഇതെല്ലാം മാസ്കിങ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ.